അപ്പോൾ ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇക്കോളജിക്കൽ സക്സഷൻ. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ് മീൻസ് ഇക്കോളജിക്കൽ ഡെവലപ്മെൻറ്റ്. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ്. അതായത് ഈ ഇക്കോളജിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെൻറ്റ്, പുരോഗതിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ചേഞ്ച് ഇൻ ദ കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ സ്പീഷീസ്. അതായത് എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓക്കെ, എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഗ്രാജുവലായിട്ടുള്ള ചേഞ്ചസിനെയും അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ സ്പീഷീസ്, അതായത് പഴയ രീതിയിലുള്ള സ്പീഷീസ് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ സ്പീഷീസ് വരുവാണ്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയണ, ഒരു രീതിയിൽ നിന്നും മറ്റൊരു രീതിയിലോട്ടുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ഇക്കോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഗ്രാജുവൽ ചേഞ്ചസ് ഇൻ ദ കണ്ടീഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, അല്ലേ? എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെയാണ്. ആൻഡ് ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഓൾഡർ സ്പീഷീസ് മാറി പുതിയ സ്പീഷീസായി മാറുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. It is an ever continuing phenomena that happens by means of autogenic process. അതായത് യാന്ത്രികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഓവർ ടൈമാണ്. ഓരോ സമയം ചേഞ്ച് ചെയ്യും തോറും എന്ത് ചെയ്യും? ഇക്കോളജിക്കൽ സക്സഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും, അല്ലേ? ഇപ്പോൾ ഓരോ വർഷം കൂടുന്തോറും, അല്ലെങ്കിൽ ഇപ്പം ഓരോ വർഷം കൂടുന്തോറും നമുക്ക് ഏജ് മാറ്റം വരുന്നു, അല്ലേ? അതുപോലെ തന്നെ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റം, ഓരോ സ്പീഷീസിൽ ഉണ്ടാകുന്ന മാറ്റം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഇനി ഇക്കോളജിക്കൽ സക്സഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കേ. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ദ സ്പീഷീസ് സ്ട്രക്ചർ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ചേഞ്ചാണ്, വിച്ച് മീൻസ് സ്പീഷീസിൻ്റെ ഘടനയിൽ ഉണ്ടാകുന്ന ചേഞ്ച്. ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ് ദാറ്റ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ദ സ്പീഷീസ് സ്ട്രക്ചർ. അതായത് ഈ ഘടനയിലുണ്ടാകുന്ന മാറ്റം, ഓരോ ഇപ്പം പ്ലാന്റ്സിൻ്റെ ആയാലും ആനിമൽസിൻ്റെ ആയാലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൻ്റെ ആയാലും സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ചേഞ്ചസ് ഇൻ ദ സ്പീഷീസ് സ്ട്രക്ചർ, അതായത് സ്പീഷീസിൻ്റെ ഘടനയിലുണ്ടാകുന്ന മാറ്റം. രണ്ടെന്ന് പറഞ്ഞാൽ ദ ചേഞ്ചസ് ആർ ഡയറക്ഷണൽ ആൻഡ് ടേക്ക് പ്ലേസ് ആസ് ഫങ്ഷൻ ഓഫ് ടൈം. ഈ ചേഞ്ചസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഫങ്ഷൻ ഓഫ് ടൈമാണ്. അതായത് സമയം മാറും തോറും, കാലത്തിൻ്റെ, നമ്മൾ പറയത്തില്ല, കാലക്രമേണ അതെന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. രണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം, അതായത് ഓരോ കാലം കഴിയുന്തോറുമാണ് ഇതിൽ മാറ്റം ഉണ്ടാകുന്നത്, അല്ലേ? ഇപ്പം നമുക്ക് ഓരോ വയസ്സ് മാറുന്നതും അതുപോലെ തന്നെ ഓരോ സ്പീഷീസിൻ്റെ ഇതിലുണ്ടാകുന്ന ഘടനയിലുണ്ടാകുന്ന മാറ്റമൊക്കെ എങ്ങനെയാണ്? കാലക്രമേണ ഉണ്ടാകുന്നതല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടൈം. നോക്കിക്കേ, ദ സക്സഷൻ ഒക്യൂഴ്സ് ഡ്യൂ ടു ചേഞ്ചസ് ഇൻ ദ ഫിസിക്കൽ എൻവയോൺമെൻറ്റ് ആൻഡ് പോപ്പുലേഷൻ ഓഫ് ദ സ്പീഷീസ്. അതുപോലെ തന്നെ ഫിസിക്കൽ എൻവയോൺമെൻറ്റിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ ഒരു കുട്ടിയായി, അത് കഴിഞ്ഞ് അതേസമയം യൗവനമായി, പിന്നെ വാർദ്ധക്യമായി, അതല്ലേ? ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ, ഫിസിക്കൽ സ്ട്രക്ചറിലാണ് വ്യത്യാസം വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പീഷീസിലായാലും ഒരു പ്ലാന്റ്സിലായാലും ഒരു പ്രദേശത്തിലായാലും ഒരു എൻവയോൺമെൻറ്റിലായാലും ഒക്കെ ഉണ്ടാകുന്നത് എന്താണ്? ഫിസിക്കൽ എൻവയോൺമെൻറ്റിലാണ് ചേഞ്ച് ഉണ്ടാകുന്നത്. നോക്കിക്കേ, ദ ചേഞ്ച് ആൾസോ ഒക്യൂസ് ഡ്യൂ ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഓഫ് ദ സ്പീഷീസ്. ആ സ്പീഷീസിൽ ഉണ്ടാകുന്ന പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജനസംഖ്യ വർധനവ്, അല്ലെങ്കിൽ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന വിസ്ഫോടനം. ആ പോപ്പുലേഷൻ എക്സ്പ്ലോഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചും എന്തിന് കാരണമാകാം? ഈ ഇക്കോളജിക്കൽ സക്സഷന് കാരണമാകാം. ദ ചേഞ്ചസ് ആർ പ്രഡിക്റ്റബിൾ. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രഡിക്റ്റബിൾ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ഓട്ടോജനിക്കാണ്. നമ്മൾ ആരെങ്കിലും കൊണ്ടുപോയി മാറ്റുന്നതല്ല, അല്ലേ? അപ്പം നമുക്ക് ഓരോ വർഷം കൂടുന്നതോറും പ്രായം കൂടുന്നത് നമ്മൾ മാറ്റുന്നതാണോ? അല്ല. അത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഗോയിങ് ആണ്, സ്വയമേ ഉണ്ടാകുന്നതാണ്. അത് സ്റ്റേബിളാണ്, അതെ. ഇപ്പം നമുക്ക് പ്രായം വ്യത്യാസം വന്നു, അല്ലേ? ഇപ്പം നിങ്ങളിപ്പം കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ, അത് കഴിഞ്ഞ് കുറച്ച് യൗവനമാവും. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ പറ്റുമോ? വേണ്ട, ഇനി നമുക്ക് വീണ്ടും കുട്ടികളാവണം എന്ന് വിചാരിക്കാൻ പറ്റുമോ? ഇറ്റ് ഈസ് സ്റ്റേബിളാണ് ആൻഡ് ബയോളജിക്കലി ഫീസിബിളാണ്. അതായത് ജൈവശാസ്ത്രപരമായി ഇതെന്താണ്? ഫീസിബിളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ഗ്രാജുവൽ ആയിട്ടുള്ള ചേഞ്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇക്കോളജിക്കൽ സക്സഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിക്കേ. ഒന്നെന്ന് പറഞ്ഞാൽ സ്പീഷീസിൻ്റെ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. രണ്ടെന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്ന? ഫങ്ഷൻ ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ്, കാലക്രമേണയാണ് ഇത് ഉണ്ടാകുന്നത്. മൂന്നെന്ന് പറയുന്നത് എന്താണ്?
ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കാരണമാണ് ഇതുണ്ടാകുന്നത്. അതുപോലെ തന്നെ 5 എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്രഡിക്റ്റബിൾ ആണ്. ചേഞ്ചസ് ഉണ്ടാകും നമുക്ക് നേരത്തെ അറിയാം, അത് പ്രഡിക്റ്റബിൾ ആണ്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ എന്താണ്? ഇക്കോളജിക്കൽ സക്സഷൻ. ഓക്കെ.